ബിസിനസ്സിൽ വിജയിക്കാൻ ഒരു ചെറിയ ബജ്ജിയും ചായയും മതി. അത് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കടയാണ് ഈ കാണുന്ന ബജ്ജി ബായ് എന്ന ബജ്ജി ഷോപ്പ്. ഗുരുവായൂരിനടുത്ത് പുന്നയൂർക്കുളത്ത് ആൽത്തറയിൽ ഒനിക്സ് മാർബിൾസിൻ്റെ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് പോയപ്പോഴാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രിയപ്പെട്ട പാട്ടുകാരൻ സലീം കോടത്തൂർ പറയുന്നത് ഇങ്ങനെ ഒരു കടയുണ്ട്, നമുക്കവിടെ പോകാമെന്ന്. അങ്ങനെ മൊയ്നുക്ക, അനൂഫ്, F0 ഫിറോസ്, ഫൈസൽ മാ, സഫാരിക്കാരൻ്റെ അൻഫാൽ, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം ഭയങ്കര തിരക്കാണ്. കട നിറച്ചും അകത്തും പുറത്തും. നിങ്ങളെ ഷോപ്പാണെന്ന് തോന്നുന്നു അല്ലേ? ചായകൾ ഇഷ്ടം പോലെ വരുന്നു, ബജികൾ ഇഷ്ടം പോലെ വരുന്നു. സൂപ്പർ ബജി. ഇവർക്ക് നിന്ന് തിരിയാൻ സമയമില്ല, പക്ഷെ വളരെ ഫാസ്റ്റായിട്ട് അവരെല്ലാം ചെയ്തു തരുന്നുമുണ്ട്. ദെൻ ബജി, നമ്മൾ പല സ്ഥലത്തു നിന്ന് ബജി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും സൂപ്പറായിട്ടുള്ളൊരു ബജി വളരെ റെയറായിട്ട് ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഏലക്കായ കിട്ട ചായ, സൂപ്പർ ചായ, കൃത്യമായിട്ടുള്ള മധുരം. ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാലും മധുരം ഇട്ട് കുറുക്കി തരും. ഇത് അങ്ങനെയൊന്നുമില്ല, വളരെ കൃത്യമായിട്ടുള്ള മധുരം. ഞാൻ അവിടെ നിന്നപ്പോൾ എണ്ണിയപ്പോൾ തന്നെ അറ്റ്ലീസ്റ്റ് 10-100 പേരെങ്കിലും അവിടെ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ഒരു ദിവസം എത്ര പേര് അവിടെ വരുന്നുണ്ടാകും എന്നുള്ളത്. ബിസിനസ് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കുന്നതിനേക്കാൾ ഉപരി ബിസിനസ് അവരെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ഗ്രാമപ്രദേശത്ത് ഒരു കടയിൽ ചായ കുടിക്കാനാണ് ഇത്രയും ആളുകൾ വരുന്നത്. പുത്തമ്പള്ളിയിലെ ബജ്ജി ബായുടെ ചായക്കടയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സലീം കോടത്തൂരിന്റെ അയൽവാസിയാണ്. പക്ഷെ ഇവിടെ മൂപ്പർക്ക് പാർട്ട്ണർഷിപ്പ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ആക്റ്റീവാണ്, അപാര സൽക്കാരാണ്. ചുട ബജ്ജികൾ, പഴംപൊരികൾ എന്തൊക്കെയാ വന്നതെന്ന് അറിയില്ല. എല്ലാവരും എന്തൊക്കെയോ തിന്നു. കംപ്ലീറ്റ് അക്കൗണ്ട് എന്റെ പേരിലിട്ടാണെങ്കിലും ഇനി നല്ല അടിപൊളി ഒരു പാട്ടും കൂടി കേട്ടിട്ട് നമുക്ക് പിരിയാം. എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാള് കാത്തിരുന്നു ഒന്ന് മിണ്ടുവാൻ. എന്റെ മണവാട്ടി പെണ്ണാണു നീ, എന്റെ മണവാട്ടി പെണ്ണാണു നീ, എന്റെ വേഴാമ്പൽ കിളിയാണു നീ, എന്റെ വേഴാമ്പൽ കിളിയാണു നീ. പുന്നയൂർക്കുളം, മാൽത്തറ, വടക്കേക്കാട് ഇവിടത്തേക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഗ്രാമപ്രദേശമാണ്. പക്ഷെ നല്ല വീതി കൂടിയ റോഡുകളാണ്. ഈ അടുത്ത കാലത്ത് വരെ വീടുകൾക്കൊന്നും ചുറ്റുമതിലുകൾ ഉണ്ടായിരുന്നില്ല. എനിക്ക് 18 വർഷമായിട്ട് അറിയാവുന്ന സ്ഥലമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് മാറിയിട്ട് എവിടെയെങ്കിലും താമസിക്കുകയാണെങ്കിൽ ഇവിടെ മാത്രമേ താമസിക്കൂ. അവിടെ എനിക്ക് വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ ദേവാസുരമുണ്ട്, കുന്നത്തൂർ മനയുണ്ട് ഫുഡ് കഴിക്കാനൊക്കെ ആണെങ്കിൽ. ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ വിജയിക്കാൻ നമ്മൾക്ക് ബെൻസ് കാർ തന്നെ വിൽക്കണം എന്നില്ല. ചെറിയൊരു ബജി വിറ്റിട്ടായാലും ഇതാരാണ് നടത്തുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ വന്ന എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്. മൊയ്നുക്ക് നിന്നങ്ങായിട്ട് വ്ളോഗ് ചെയ്യുന്നുണ്ട്, അനു ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കടയും വൈറലാകട്ടെ, ഇവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ടാകട്ടെ. ബിസിനസ്സിന് ഇറങ്ങുന്നവരോട് പറയാനുള്ളത് എന്ത് ഐഡിയയാണ്, എവിടെയാണ് ചെയ്യുന്നത് എന്നതിനേക്കാൾ ഉപരി അത് എങ്ങനെയാണ് ചെയ്യുന്നത്, എത്ര നന്നായിട്ടാണ് കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. ബിസിനസ് നല്ലോണം വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ പല ബിസിനസ്സുകാർക്കുള്ളതാണ് കസ്റ്റമേഴ്സിനൊരു വിലയില്ലാത്തൊരു പെരുമാറ്റം. പക്ഷേ നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനോട് പെരുമാറി നല്ല സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എവിടെ നിന്നായി കഴിഞ്ഞാലും ആളുകൾ വരും. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്ന് എലി വരുന്നു പറഞ്ഞതുപോലെയാണ്. അപ്പോൾ എല്ലാവരും ഈ ബജ്ജി ബായ് എന്ന് പറയുന്ന കട, കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ പെരുമ്പടപ്പിൽ താഴേപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ എല്ലാവരും ഗുരുവായൂർ വഴി പോകുന്നവരായാലും ആ ഭാഗത്തുള്ളവരായി കഴിഞ്ഞാലും എല്ലാവരും ഇവിടെ വരിക, ഈ കട വീണ്ടും പോപ്പുലർ ആക്കുക.